ഇനി NDA ക്യാമ്പിലേക്ക് പോയാൽ VS രഞ്ജിത്ത് ഇന്നിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നാണ്. നേരത്തെ തന്നെ ചില സൂചനകളുണ്ടായിരുന്നു BJP സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കില്ല എന്ന മട്ടിൽ. പക്ഷേ ഒരു വിഭാഗം നേതാക്കൾ അതിൽ വലിയ എതിർപ്പ് അറിയിക്കുന്നുമുണ്ട്. എന്താണ് BJP ക്യാമ്പിലെ ചർച്ചകൾ? ഒപ്പം കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ടോ? വിനിത, കോർ കമ്മിറ്റി യോഗം അവസാനിച്ചു. അതിൻ്റെ തീരുമാനങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് കോർ കമ്മിറ്റി യോഗത്തിലെ ഭൂരിപക്ഷ അഭിപ്രായം മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ നിലമ്പൂരിൽ BJP മത്സരത്തിനില്ല എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ തീരുമാനമായി ഇപ്പോൾ കോർ കമ്മിറ്റിയിൽ നിന്ന് പുറത്തു വരുന്നത്. അതായത് കോർ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെട്ടത് പണവും അധ്വാനവും അവിടെ കൊണ്ടുപോയി ചിലവഴിച്ച് അത് പാഴാക്കി കളയേണ്ടതില്ല. 10 മാസത്തേക്ക് മാത്രമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അത് UDF-ഉം LDF-ഉം വരുത്തി വെച്ചൊരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് മേൽ, നിലമ്പൂരിലെ ജനങ്ങൾക്ക് മേൽ കെട്ടിവെച്ചൊരു തെരഞ്ഞെടുപ്പാണ്. അതിൽ BJP മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ കോർ കമ്മിറ്റിയിൽ വന്നിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വരാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ VS ജോയി UDF-ന് സ്ഥാനാർത്ഥിയാവുന്നില്ല, അല്ലെങ്കിൽ അതിന് ബദലായി LDF ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നില്ല എങ്കിൽ മാത്രമായിരിക്കും ഈ തീരുമാനത്തിൽ ഒരു പുനരാലോചന ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ BJP നിലമ്പൂരിൽ മത്സരിക്കില്ല എന്നുള്ളതാണ്. ഇത് വളരെ നിർണായകമായൊരു തീരുമാനമാണ്. കാരണം രാഷ്ട്രീയമായ തീരുമാനമാകുന്നത് നിലമ്പൂരിനെ സംബന്ധിച്ച് ഒരു 10,000-നും 12,000-നും ഇടയിലൊക്കെ BJP വോട്ടുകളുണ്ട്, ഈഴവ സ്വാധീനമുണ്ട്, ക്രൈസ്തവ വോട്ടുകളുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ വോട്ടുകൾ ആർക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിലമ്പൂരിലെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നത് കേവലം 2,000-ഓ 3,000-ഓ വോട്ടുകളായിരിക്കും. അപ്പോൾ അങ്ങനെയാവുമ്പോൾ BJPയുടെ നിർണായകമായ 10,000-ഓളം വരുന്ന വോട്ടുകൾ അത് ആർക്കാണ് എന്നൊരു ചോദ്യം നിലമ്പൂരിൽ വളരെ പ്രസക്തമായി വരും. ആ വോട്ട് പിടിക്കാൻ ആരായിരിക്കും ശ്രമിക്കുക എന്നുള്ളതായിരിക്കും ഈ ഘട്ടത്തിൽ വലിയ പ്രസക്തമായ രാഷ്ട്രീയ ചോദ്യമായി നിലമ്പൂരിൽ മറ്റു പാർട്ടികൾ ഉയർത്തിക്കാണിക്കുക. ഒരു BJP സഖ്യം, കോൺഗ്രസ് BJP സഖ്യമെന്നോ CPM BJP സഖ്യമെന്നോ പരസ്പരം ആരോപിക്കാവുന്ന ഒരു സാഹചര്യം നിലമ്പൂരിലുണ്ടാവും. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നിലമ്പൂർ എത്തുന്നു. BJPയെ സംബന്ധിച്ച് അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നില്ല എങ്കിൽ ആ 10,000 വോട്ടുകൾ വളരെ നിർണായകമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. UDF-നും LDF-നും തലവേദനയായി മാറാൻ നിർത്തുന്നില്ലെങ്കിൽ ആ വോട്ടുകൾ എങ്ങോട്ട് പോകും? അതുകൂടി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നർത്ഥമല്ലേ? തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു 99% തീരുമാനം. അതിൽ 1% മാത്രമുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ, ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി അവിടെ വരുന്നില്ല എങ്കിൽ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് അവിടെ നിലവിലുള്ള വോട്ട് വിഹിതത്തിൽ അല്പം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ, ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ BJP ഒരു പരീക്ഷണത്തിന് മുതിർന്നേക്കാം. പക്ഷേ അത്തരം ഒരു പരീക്ഷണത്തിലേക്ക് പോകണമെങ്കിൽ LDF-ൻ്റെയും UDF-ൻ്റെയും സ്ഥാനാർത്ഥികൾ വരണം. അതിൽ VS ജോയി വരുന്നില്ല, ആര്യടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ സ്വാഭാവികമായിട്ടും UDF ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കേണ്ടതാണ്. LDF ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കേണ്ടതാണ്. ഇനി LDF-ഉം ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നില്ലെങ്കിൽ മാത്രമായിരിക്കും BJP നിലവിലെ തീരുമാനത്തെ പുനരാലോചിക്കുക. ഈ ഘട്ടത്തിൽ ഇന്ന് ചേർന്ന കോർ കമ്മിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് നിലമ്പൂരിൽ പണം ചെലവഴിക്കാനോ നിലമ്പൂരിൽ അധ്വാനം ചെലവഴിക്കാനോ ഇപ്പോൾ മുതിരേണ്ടതില്ല, ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട തീരുമാനമായി വരുന്നത്. അതുതന്നെയാണ് ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് തന്നെയാണ് VS രഞ്ജിത്ത് പങ്കുവെക്കുന്നത്.